നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുന്ന തരത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനത്ത നിരീക്ഷണത്തിലാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനത്ത നിരീക്ഷണത്തിലാണെന്നും അതിലേക്ക് ആരെങ്കിലും എത്താൻ ശ്രമിച്ചാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US സ്പേസ് ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണെന്നും ആരെങ്കിലും അതിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ തകർക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തക ഷെറിൽ എഡ്കിസനുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇറാന്റെ 70% തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഇതിനകം തകർത്തു കഴിഞ്ഞതായും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞുവെച്ചു. ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ പുതിയ സമാധാന കരാറിന്റെ കരട് സമർപ്പിച്ചു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മുന്നണികളിലും ഉടനടി യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുക, അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധങ്ങളും നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും എണ്ണ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകണമെന്നാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നിലപാട്. എങ്കിൽ മാത്രമേ ഏതൊരു സമാധാന കരാറിനും സാധ്യതയുള്ളൂ എന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ ഇറാന്റെ ആണവശേഷി ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണത്തിലായിട്ടില്ല എന്ന ആശങ്കയെ മുൻനിർത്തി അമേരിക്ക വീണ്ടും ശക്തമായ സൈനിക ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ട്രംപിന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അമേരിക്കൻ സ്പേസ് ഫോഴ്സ് ഇറാന്റെ യുറേനിയം ശേഖരം നിരീക്ഷിക്കുന്നു എന്ന അവകാശവാദമാണ്. അതായത് യുദ്ധം ഇപ്പോൾ വെറും മിസൈലുകളും ബോംബുകളും മാത്രമല്ല, ബഹിരാകാശ നിരീക്ഷണം, സാങ്കേതിക ചാരപ്രവർത്തനം, ആണവ നിയന്ത്രണം എന്നിവയും ചേർന്ന ഒരു പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും വ്യക്തമാണ്. അമേരിക്കയുടെ പ്രധാന ശ്രമം ഇറാനെ പൂർണ്ണമായി അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധിയും എണ്ണ വ്യാപാര പ്രശ്നങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെ ആഗോള സുരക്ഷാ ഭീഷണിയായി ചിത്രീകരിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇറാൻ ഇതുവരെ എടുത്ത നിലപാടുകൾ പരിശോധിക്കുമ്പോൾ സമ്മർദ്ദത്തിനു മുന്നിൽ കീഴടങ്ങില്ല എന്ന സന്ദേശമാണ് അവർ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്ക യുറേനിയം ശേഖരം പിടിച്ചെടുക്കാനോ നശിപ്പിക്കാനോ നേരിട്ടുള്ള നീക്കങ്ങൾ നടത്തിയാൽ അതിന് ശക്തമായ സൈനികവും രാഷ്ട്രീയവുമായ മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു നിർണായക ഘടകവുമുണ്ട്: ഇസ്രയേലിന്റെ പങ്ക്. ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം തന്നെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം പൂർണ്ണമായും നീക്കം ചെയ്യാതെ സമാധാനം സാധ്യമല്ല എന്ന നിലപാട് ഇസ്രയേൽ ശക്തമായി ആവർത്തിക്കുന്നു. ഇതെല്ലാം ചേർന്നപ്പോൾ ലോകം ഇപ്പോൾ അതീവ അപകടകരമായ ഒരു ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രസ്താവനകൾക്ക് പിന്നിൽ വലിയ സൈനിക തന്ത്രങ്ങളാണ് നടക്കുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ചൈന, റഷ്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ ഇടപെടലും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ യുറേനിയം വിവാദം വെറും ആണവ പ്രശ്നമല്ല, മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടമാണ്. അമേരിക്കയുടെ ലക്ഷ്യം ഇറാനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ്. ഇറാന്റെ ലക്ഷ്യം സമ്മർദ്ദത്തിനിടയിലും ശക്തി തെളിയിക്കുക എന്നുള്ളത്. ഈ 2 നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി ലോകത്തെ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നത്. കാരണം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് ഒരു സാധാരണ യുദ്ധമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കാവുന്ന ശക്തിയുടെ പോരാട്ടമാണ്.